എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജേക്കബ് തോമസ്. എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ടാലി സാധാരണക്കാരായ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ടാലിയുടെ ഒരു ബേസിക്കിൻ്റെ ക്ലാസ്സുകൾ തുടർച്ചയായ പല ക്ലാസ്സുകളായിട്ട് ക്രമീകരിച്ചുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ മുമ്പോട്ടുള്ള ക്ലാസ്സുകൾക്കും മറ്റും വളരെ ഗുണകരമാവും എന്നുള്ളതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. ആദ്യമേ തന്നെ നമുക്ക് ടാലി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നെങ്കിൽ ലൈസൻസ് വേർഷൻ ആവശ്യമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് ലൈസൻസ് വേർഷൻ ടാലിയുടെ പാർട്ട്നേഴ്സിൽ നിന്ന് ഓരോ ജില്ലകളിൽ അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ട്, അവരിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ വേർഷൻ വെച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ടാലിയുടെ സൈറ്റായ talisolution.com കയറിയാൽ നിങ്ങൾക്ക് അതിനകത്ത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും. ആ ഡൗൺലോഡിൽ നിന്ന് നിങ്ങൾക്ക് ടാലിയുടെ വേർഷൻ exe ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയും അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ലൈസൻസ് ഇല്ലാത്തവർക്കും ടാലി പഠിക്കാൻ സൗകര്യപ്രദമായിട്ട് എഡ്യൂക്കേഷൻ മോഡ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് അതുപയോഗിച്ച് പഠിക്കാവുന്നതുമാണ്. അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി മാത്രമല്ല, മുമ്പോട്ടുള്ള കാലങ്ങളിൽ അക്കൗണ്ടിങ് എല്ലാ സാധാരണ ഷോപ്പുകളിൽ പോലും കമ്പ്യൂട്ടറൈസേഷൻ ആക്കേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഏതെങ്കിലും പഠിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഭാവിയിൽ ഗുണകരമാകും എന്നുള്ളതുകൊണ്ടും എല്ലാവർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ടാലി എന്ന ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ക്ലാസ്സുകൾ തുടരെ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയാണ് എൻ്റെ ഒരു ചെറിയ പരിശ്രമം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സൈറ്റിൽ നിന്ന് നമ്മൾ exe ഫയൽ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അത് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ടാലി പ്രൈം എന്നും പറഞ്ഞു, ഇപ്പോൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ടാലി പ്രൈം ആയതുകൊണ്ട് ടാലി പ്രൈം എന്നും പറഞ്ഞ് സിസ്റ്റത്തിലൊരു ഐക്കൺ തെളിഞ്ഞു വരും. ബന്ധപ്പെട്ട സി ഡ്രൈവിനകത്ത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം അതിൻ്റെ ഒരു ഐക്കൺ ഡെസ്ക്ടോപ്പിൽ തെളിഞ്ഞു വരുന്നതാണ്. നമുക്കിത് ആദ്യമായിട്ട് ഓപ്പൺ ആക്കാം. ആദ്യമായിട്ട് ടാലി ഉപയോഗിക്കുന്നവർക്ക് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഈ സ്ക്രീനായിരിക്കും വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് കമ്പനികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അഥവാ കമ്പനികളുണ്ടെങ്കിൽ ഈ താഴെ അപ്പ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസും ഇവിടെ ലഭ്യമാകും. ആദ്യമായിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സാധാരണഗതിക്ക് ടാലി ചെയ്യുന്നവർ ഉപയോഗിക്കുന്നത് കീബോർഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കീബോർഡിലെ എൻ്റർ ബട്ടൺ, സ്പേസ് ബട്ടൺ, അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പിന്നെ ബാക്കിലേക്ക് പോകാൻ എസ്കേപ്പ് ബട്ടനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അന്നേരം ടാലി ഉപയോഗിക്കാൻ വേണ്ടി ടാലിയുടെ സ്ക്രീൻ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ബട്ടണിൽ ക്രിയേറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും. ഈ സ്ക്രീനിലാണ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കമ്പനിയുടെ പേര്, കാര്യങ്ങൾ, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത് ഈ സ്ക്രീനിലാണ്. മുൻപ് ടാലി 9-ലും ടാലി ERPയിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓപ്ഷനുകളോട് ഇതിനകത്ത് തെളിഞ്ഞു വരുമായിരുന്നു. ഇപ്പോൾ ടാലി പ്രൈം വന്നപ്പോൾ ഇതിന് ആവശ്യമുള്ളത് മാത്രം അത് കാണിക്കുകയും ബാക്കിയുള്ളത് സെപ്പറേറ്റ് ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർ മാത്രം ആ ഓപ്ഷനിൽ കയറി അത് ഓണാക്കി ആക്കിയാൽ മതി. ഇതിനകത്ത് തെളിഞ്ഞു വരുന്നതായിരിക്കും. അല്ലാത്തവർക്ക് നോർമലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ടാലി ഇട്ടിട്ടുള്ളൂ. ഇതുപോലെ തന്നെ കാണാം, ഇതിൻ്റെ മുകളിലൊരു പാത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഫയൽ ആ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡർ ഒരു ഫോൾഡറായിട്ടാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫോൾഡർ ഈ പറഞ്ഞ പാത്തിലായിരിക്കും സേവ് ചെയ്യുന്നത്. ഈ പാത്തിൽ പോയി സേവ് ഡാറ്റ എന്ന് പറഞ്ഞ ഫോൾഡറിൽ പോയി സേവ് ആയി കിടക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള പാത്താണിത്. ഇത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റി സ്പെസിഫിക് പാത്ത് കൊടുത്ത് ഡിഫൈൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്ത് തന്നെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് കമ്പനിയുടെ പേരാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് സ്ഥാപനമാണ് നിങ്ങളുടെ ആ സ്ഥാപനത്തിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഡെമോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഡെമോ കമ്പനി ലിമിറ്റഡ് ഞാൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ മെയിലിംഗ് നെയിം അതേ കമ്പനിയുടെ പേര് തന്നെയാണ് മെയിലിംഗ് നെയിം വരുന്നത്. അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ട് സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് ഏതാണോ അതിവിടെ കൊടുക്കുക. ഞാൻ തൽക്കാലം കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. അഡ്രസ്സ് കൊടുക്കുമ്പോൾ അഡ്രസ്സും ഡീറ്റെയിൽസും പക്കയായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് പിൻകോഡും സ്റ്റേറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ താഴെ വരുമ്പോൾ തന്നെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ് നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. ഏത് സ്റ്റേറ്റാണോ ആ സ്റ്റേറ്റിൻ്റെ പേര് ഇവിടെ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ GSTയുടെ ആദ്യത്തെ GST നമ്പർ ലഭിച്ച എല്ലാ സ്ഥാപനങ്ങളിലും
ആദ്യത്തെ 2 അക്കം എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ സ്റ്റേറ്റ് കോഡ് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് കോഡ് കാര്യങ്ങളെല്ലാം അതിനകത്ത് സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ GSTയുടെ കാൽക്കുലേഷനും കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ് കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ സ്റ്റേറ്റ് പക്ക ഏതാണെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കേരള കൊടുത്തു. പിന്നെ ചോദിക്കുന്ന കൺട്രി അവിടെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ സെലക്ട് ആയി വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും കൺട്രിയാണ് ആ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതനുസരിച്ച് സ്റ്റേറ്റ് മാറ്റി കൊടുക്കുക. പിന്നീട് ചോദിച്ചിരിക്കുന്ന പിൻകോഡാണ്. ഈ പിൻകോഡും നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഈ ഇൻവോയ്സ് അല്ലെങ്കിൽ വേ ബില്ലോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ദൂരം കണക്കാക്കാൻ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തേക്ക് ദൂരം കണക്കാക്കാൻ പിൻകോഡ് വെച്ചാണ് GSTയുടെ സൈറ്റിൽ കാൽക്കുലേഷൻ നടക്കുന്നത്. അതുകൊണ്ട് പിൻകോഡ് ഏതാണെന്ന് വെച്ചാൽ അത് നിർബന്ധമായിട്ട് കൊടുക്കുക. കാര്യം ഇപ്പോൾ ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ നേരത്ത് ബുദ്ധിമുട്ടില്ല, കാര്യങ്ങൾ സ്മൂത്തായി പോകും. ഫോൺ നമ്പർ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൊടുക്കുക. മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഫാക്സ്, ഇമെയിൽ ഡീറ്റെയിൽസ് ഉള്ളതെല്ലാം കൊടുക്കുക. പിന്നെ താഴോട്ട് അത് കഴിഞ്ഞ് എൻ്റർ അടിച്ച് പോരുക. എൻ്റർ അടിച്ച് വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം, ഫൈനാൻഷ്യൽ ബുക്ക് ബിഗിനിങ് ഫ്രം, ഇങ്ങനെ 2 ഓപ്ഷൻ 2 ഡേറ്റ് കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയറിലാണ് ടാലി ചെയ്തുകൊണ്ടാണ് ആ ഡേറ്റ് ഏപ്രിൽ 1-ാം തീയതി ഡേറ്റ് വന്ന് കിടക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 ആയതുകൊണ്ട് നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നതും ഏപ്രിൽ 1 ആണെങ്കിൽ ഈ 2 ഡേറ്റും ഏപ്രിൽ 2024 കൊടുക്കാം. അതായത് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ വർഷം ഏതാണെന്ന് വെച്ചാൽ ആ വർഷം. അതേസമയം ഒരു ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങി ഒരു 2-3 മാസങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് പകുതിയായതിനു ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നതെങ്കിൽ ബുക്ക് ബിഗിനിങ് ഫ്രം എന്നുള്ളത് ആ മാസത്തിൻ്റെ ഡേറ്റ് എന്നാണ് സ്ഥാപനം തുടങ്ങി ആ ഡേറ്റ് കൊടുക്കണം. ഇപ്പോൾ GST തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങുക, GSTയുടെ നമ്പർ കിട്ടിയ ആ ഡേറ്റ്, അങ്ങനെ ആ ഡേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ സ്ഥാപനം തുടങ്ങിയ ഡേറ്റ് കൊടുക്കുക, ആ സ്ഥാപനം തുടങ്ങിയ ഡേറ്റ്, ആ ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജൂൺ മാസത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ജൂൺ 15 എന്നുള്ള ഡേറ്റ് ഇവിടെ കൊടുക്കുകയാണ്. 15/6/24, ജൂൺ 15-ാം തീയതി ബിഗിനിങ് ഫ്രം. പിന്നെ എല്ലാ ഫൈനാൻഷ്യൽ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ആ 1/4/2024 തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞ് എനേബിൾ എഡിറ്റ് ലോഗോ, അത് ആവശ്യമുണ്ടെങ്കിൽ ലോഗോയുടെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നോ അടിച്ച് പോരുക. പിന്നീട് സെറ്റ് ടാലി വാൾട്ട് പാസ്വേഡ് ടു എൻക്രിപ്റ്റ് കമ്പനി ഡാറ്റ, ഇത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാലിയുടെ ഐക്കൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ പാസ്വേഡ് ആദ്യം വരും. അതടിച്ചു കഴിഞ്ഞാൽ ടാലിയുടെ ഇതിലേക്ക് സോഫ്റ്റ്വെയറിലേക്ക് കയറാൻ പോലും നമുക്ക് പറ്റത്തുള്ളൂ. ഇത് കൂടാതെ മുമ്പ് വേറെ പാസ്വേഡ് ടാലി യൂസ് ചെയ്യുന്നവർക്കുള്ള പാസ്വേഡും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മുമ്പ് ടാലി ERPയിലും പ്രൈമിൽ ഇവിടെ തന്നെ താഴോട്ട് വരുമായിരുന്നു. ഇപ്പം അത് അത്യാവശ്യമല്ല എന്നുള്ളതുകൊണ്ട് എമർജൻസിക്കാർക്ക് മാത്രം, ആവശ്യക്കാർക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കോൺഫിഗറേഷനകത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് കോൺഫിഗറേഷൻ നീക്കുമ്പോൾ ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും. യൂസർ ആക്സസ് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് യെസ് ആക്കി കഴിഞ്ഞാൽ ടാലിക്ക് നമുക്ക് പാസ്വേഡ് ഇടുന്നതിനുള്ള ഓപ്ഷൻ ഇവിടെ തെളിഞ്ഞു വരുന്നതാണ്. കണ്ടോ, രണ്ടാമത് വന്നെടുക്കുക കൺട്രോൾ യൂസർ ആക്സസ് കമ്പനി ഡാറ്റ. ഇവിടെ ഇത് യെസ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു പാസ്വേഡും കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്ററുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അഡ്മിൻ എന്നും പറഞ്ഞ് ഞാൻ പാസ്വേഡ് യൂസർ നെയിം കൊടുക്കുകയാണ്. പാസ്വേഡ് അഡ്മിൻ 123 എന്നും കൊടുക്കാം. അതൊന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി അഡ്മിൻ 123. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും കൈയോടെ നോട്ട് ചെയ്ത് വെച്ചോണം. അത് മിസ്സായി പോയി കഴിഞ്ഞാൽ ഡേറ്റ തിരിച്ചെടുക്കാനോ ഡേറ്റ ഓപ്പൺ ആക്കാനോ നമുക്ക് സാധിക്കാതെ തരും. ഫുൾ ഡേറ്റ നമുക്ക് നഷ്ടമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് പാസ്വേഡ് കാര്യങ്ങൾ തെറ്റിപ്പോകാതെ മറന്നു പോകാതിരിക്കാൻ പ്രത്യേക കരുതലുണ്ടായിരിക്കണം. അതാണ് ഇവിടെ ചോദിക്കുന്ന ഫൊർഗോട്ട് യുവർ പാസ്വേഡ് വിൽ റെൻഡർ യുവർ ഡാറ്റ ഇൻആക്സസിബിൾ. ആക്സസിബിൾ അല്ലാതെ ആയിപ്പോകും. അതുകൊണ്ട് പാസ്വേഡ് കൊടുക്കുന്നവർ അത് നോട്ട് ചെയ്ത് വെക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർത്തിരിക്കുന്ന ടൈപ്പ് പാസ്വേഡ് കൊടുക്കാൻ അതായിരിക്കും സൗകര്യം. എന്നാൽ സെക്യൂരിറ്റി റീസൺ ഉള്ളതാണെങ്കിൽ അതനുസരിച്ചുള്ള പാസ്വേഡ് കൊടുക്കുക. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ മോഡ്സിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. സെലവ് ചെയ്യണോ വേണ്ടെന്ന്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ നോ തന്നെ കിടന്നുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കറൻസിയുടെ സിമ്പൽ, അത്
നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് കറൻസിയുടെ സിമ്പിളായ റുപ്പീസിൻ്റെ സിമ്പിൾ അവിടെ തെളിഞ്ഞ് വരും. അതുപോലെ ഇപ്പം അമേരിക്കയുടെ ആണെങ്കിൽ അവിടെ ഡോളറിൻ്റെ സിമ്പിൾ തരുന്നത്. നമ്മൾ ഏത് കൺട്രിയാണോ സെലക്ട് ചെയ്തത് ആ കൺട്രിയുടെ അനുസരിച്ച് അവിടെ സിമ്പിൾ തരുന്നതായിരിക്കും. ഫോർമൽ നെയിം ഓരോന്നിനും IS സ്റ്റാൻഡേർഡ് ഇതുണ്ട്. US ഡോളറിന് USD എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിന് INR എന്നാണ് അവിടെ പറഞ്ഞത്. അത് ഓട്ടോമാറ്റിക് തെളിഞ്ഞ് വരും. ഈ സിമ്പിൾ നമ്മളെ ബില്ലിൽ വരുമ്പോഴത്തേനും ബില്ലിൻ്റെ എമൗണ്ടിൻ്റെ മുൻപിൽ വേണോ അതോ ലാസ്റ്റ് വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നോർമൽ രീതിയിലെല്ലാം എമൗണ്ടിന് മുമ്പായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന സഫിക്സ് ആയിട്ട് സിമ്പിൾ വേണമെന്നുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ അതായത് എമൗണ്ട് കഴിഞ്ഞിട്ട് സിമ്പിൾ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് ആക്കിയാൽ മതി. അല്ല നമുക്കതിൻ്റെ ആവശ്യമില്ല, എമൗണ്ട് എപ്പോഴും സിമ്പിൾ എപ്പോഴും എമൗണ്ടിൻ്റെ മുമ്പിൽ തന്നെ കിടക്കുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് അത് നോ കിടന്ന് വെച്ചാൽ മതി. സിമ്പിളും എമൗണ്ടും തമ്മിൽ സ്പേസ് വേണമെന്നുള്ളത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോ ആകാം. ഇതിപ്പോൾ യെസ് ഇട്ടിരിക്കുന്നത് ഭംഗിക്ക് വേണ്ടിയാണ്. നമ്മളത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി, ഒരു സ്പേസ് ഇട്ട് ചെയ്യുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അതിൻ്റെ ഒരു ഭംഗി അതിന് ഉണ്ടാകും. അടുത്ത് കിടന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്കറിയാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതനുസരിച്ച് യെസ് ഓർ നോ കൊടുക്കാം. എമൗണ്ട് ഇൻ മില്യൺസിൽ സാധാരണ ഗതിക്ക് മില്യൺസൊക്കെ ഉപയോഗിക്കുന്നത് അമേരിക്ക പോലെയുള്ള കൺട്രികളിലാണ്. നമ്മൾ സാധാരണ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് നോ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എന്നുള്ളത് 2 നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് കൊടുത്തു. വേർഡ് റെപ്രസെൻറ്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ പ്ലേസ്, അതായത് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ഉള്ളതിന് എന്ത് വേർഡാണ്, അതായത് റുപ്പീസാണോ പൈസ. ഇപ്പം US ഡോളറിന് സെൻറ്റ് എന്ന് പറയുന്നത് പൈസയ്ക്ക് സെൻറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഗൾഫ് കൺട്രികളിൽ ദിനാറിനൊക്കെ അതിൻ്റെ ഫിൽസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ അത് പൈസയാണ്. അതാണ് അവിടെ അടിച്ച പൈസ. ഇതൊക്കെ ഓട്ടോമാറ്റിക് വരും. ഡെസിമൽ പ്ലേസിന് ശേഷം വേർഡ്സ് എത്ര വേണം എന്നുള്ളതാണ്. അത് 2 മതി. അതും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ യെസ് ഓർ നോ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ചോദ്യം വരും. ആക്സെപ്റ്റ് ചെയ്യുക. യെസ് കൊടുത്തു കഴിയുമ്പോഴത്തേന് മറ്റേ സ്ക്രീനിലേക്ക് ഡയറക്റ്റ് പോകും. കമ്പനി യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറാൻ വേണ്ടിയുള്ള ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡും ചോദിച്ച് കഴിയുമ്പോൾ മറ്റൊരു സ്ക്രീൻ വരും. ഇത് ടാലി 9-ലും ടാലി ERP-ലും ഒക്കെ വേറെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കോൺഫിഗറേഷൻ ഫീച്ചേഴ്സിനകത്ത് F1, F2, F3 എന്ന് പറഞ്ഞ് 3 ഓപ്ഷനായിട്ട് കിടന്നതാണ്. ഇതെല്ലാം കൂടെ ഇപ്പം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ടാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. ഇതിനകത്ത് ഓരോ കാര്യങ്ങളുണ്ട്. കോസ്റ്റ് സെൻറ്റർ, എനേബിൾ ബിൽ എൻട്രി, കോസ്റ്റ് സെൻറ്റർ, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഇങ്ങനെ ധാരാളം ഇൻവെൻട്രി ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് വിത്ത് ഇൻവെൻട്രി, മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ, ബാച്ചസ്, എക്സ്പയറി, കോസ്റ്റ് ട്രാക്കിങ്, ജോബ് കോസ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് വേണ്ടത് മാത്രം അന്നേരം ആക്കി നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. GST ഇതാണെങ്കിൽ GSTയുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. GST അത് ഒക്കെ നമുക്ക് തുടർന്നുള്ള സെറ്റിൽ പഠിക്കാം. ഇപ്പോൾ കമ്പനി ക്രിയേഷൻ മാത്രമായതുകൊണ്ട് അതുമായിട്ട് മുമ്പോട്ട് പോകാം. എൻ്റർ അടിച്ച് നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പോൾ ഡെമോ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഡെമോ കമ്പനി ക്രിയേറ്റ്. ഇതിനകത്ത് കറണ്ട് പീരീഡ് എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ 1/4/2024 തൊട്ട് 31/3/2025 വരെയാണ്. കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ 15 ജൂണിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. അതവിടെ വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വൗച്ചേഴ്സ് എൻറ്റേർഡ്, നിലവിൽ നമ്പർ ഓഫ് വൗച്ചേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് 0 ആയിട്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തൽക്കാലം ഓൾട്ട് F1 അടിച്ചാൽ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഓൾട്ട് F1 അടിക്കുക, കേസ് കൊടുക്കുക. അങ്ങനെ കമ്പനി ഏതാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കമ്പനി ഷട്ട് ഡൗൺ ചെയ്തു. മുമ്പ് പറഞ്ഞ പോലെ ടാലി ആയി. പിന്നെ എസ്കേപ്പ് അടിച്ച് യെസ് അടിച്ച് കഴിഞ്ഞാൽ ടാലി നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഇനി വീണ്ടും നമ്മൾ ടാലിക്കിൽ ഒന്നും കൂടെ കയറുകയാണ്. ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്തു. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ഒന്നും കാണത്തില്ല. മുമ്പ് കമ്പനികൾ വേറെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് താഴോട്ട് അവരുടെ കമ്പനി ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൻ്റെ നമ്പറും കാണും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് നേരത്തെ പറഞ്ഞ ഈ ടാലി പ്രൈം ഈ ലോക്കൽ ഡിസ്ക് ഡ്രൈവിനകത്ത് ടാലി പ്രൈം എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഡാറ്റ ഫോൾഡറിനകത്ത് 10,000 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റഡ് ആവുകയും 10,000 അല്ല, ഇത് 1,00,000 1,00,000 എന്ന് പറഞ്ഞ നമ്പറിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുകയും ആ ഫയലിനകത്താണ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഫയലുകൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം സേവായി കിടക്കുന്നത്. നമ്മളിനി എൻ്റർ അടിക്കുമ്പോഴും ഈ ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യുന്നത്. മുൻപ് ടാലി
9ലും ടാലി ERPയിലും ഈ സ്ഥാനത്ത് 5 ഡിജിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 10,000 10,000 പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടാലി പ്രൈമിൽ ലേറ്റസ്റ്റ് വേർഷൻ ആയി കഴിഞ്ഞാൽ തന്നെ 6 ഡിജിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. 0 10,000 ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1,00,000 ഒന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ ഫോൾഡറിൽ പോയി ആ കമ്പനി ടാലിയിൽ നിന്നെല്ലാം എസ്കേപ്പ് ആയതിനു ശേഷം നമുക്ക് ഈ ഫോൾഡറിനെ വേണേൽ കോപ്പി ചെയ്ത് മറ്റിടത്തോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് ബാക്കപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഗുണങ്ങളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രമാണ് വരുന്നത്. ഇതിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളിനി മറ്റൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത കമ്പനിക്ക് നമ്പറായിട്ട് 1,01,000 എന്നുള്ള നമ്പറായിരിക്കും ഇനി വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു, അത് 1,00,000 എന്നുള്ള നമ്പർ വന്നു. ആ 1,00,000 എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ നമ്പറാണ്. ആ ഫോൾഡറാണ് നമ്മുടെ കമ്പനിയുടെ ബാക്കപ്പ് എല്ലാം പോയി കിടക്കുന്നത്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലേക്ക് ഡാറ്റയിലേക്ക് കയറി ഇതിനകത്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എൻട്രി കാര്യങ്ങൾ ലെഡ്ജർ ക്രിയേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. നിലവിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ടാലിയുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തുടക്കത്തിൽ തന്നെ ഒരു 28 ഗ്രൂപ്പുകളും 2 ലെഡ്ജേഴ്സും ഒരു 24 വൗച്ചർ ഐറ്റവും ഒരു കറൻസി സിമ്പിളും ചെയ്തു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സാണ്. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനാണ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് 28 ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്യാഷ് ലെഡ്ജറും ഒന്നിതാണ് ക്യാഷ് ലെഡ്ജർ, പിന്നെ ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഞാൻ 2 ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 28 ഗ്രൂപ്പുകൾ, കറണ്ട് അസറ്റ്, ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്പോസിറ്റ് അസറ്റ്, ലോൺ, ഇങ്ങനെ 28 ഗ്രൂപ്പുകളും 2 ലെഡ്ജറുകൾ, ക്യാഷ് ലെഡ്ജറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 ലെഡ്ജറുകളും ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ വൗച്ചർ ടൈപ്പുകൾ 24 വൗച്ചർ, അറ്റൻഡൻസ്, കോൺട്രാക്ട്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ്, സെയിൽ എന്ന് പറഞ്ഞാൽ 24 വൗച്ചർ ടൈപ്പുകളും ഒരു കറൻസി സിമ്പിൾ നമ്മൾ ഏത് കൺട്രിയാണ് കൊടുക്കുന്ന ആ കറൻസിക്ക് അനുസരിച്ച് ആ കറൻസി ക്രിയേറ്റ് ആയി വരും. മൾട്ടിപ്പിൾ കറൻസി ഉള്ള രാജ്യങ്ങളാണെങ്കിൽ അതനുസരിച്ച് കറൻസി വേറെ മൾട്ടിപ്പിളായിട്ട് ഇതിനകത്ത് നമുക്ക് കയറ്റാൻ സാധിക്കും. നിലവിലിപ്പോൾ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് ഒരു കറൻസി ഇതിനകത്ത് വരും. ഇത്ര സാധനങ്ങളാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കയറി വരുന്നത്. ഇത്രമാണ് നമ്മളൊരു കമ്പനി ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കമ്പനി ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ക്രിയേഷന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അത് പിന്നീടൊന്ന് കൊടുക്കാൻ ഇടവരുതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് പിന്നെ അന്നേരം പോയി ബുദ്ധിമുട്ട് എല്ലാത്തിലേട്ടും കയറി വരത്തില്ല. നമ്മൾ അതിന് ശേഷം പിന്നെ അടിക്കുന്ന കാര്യത്തിലേക്കൊക്കെയുള്ള പിൻകോഡും കാര്യങ്ങളും പുറകിലോട്ടുള്ളതിന് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് കയറ്റാൻ പോകണം. അതൊക്കെ പ്രാക്ടിക്കലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അഡ്രസ്സ് കാര്യങ്ങൾ പിൻകോഡ് മുതലായവ പക്കയായിട്ട് തുടക്കത്തിൽ തന്നെ കൊടുത്ത് വിടാൻ ശ്രമിക്കുക. അങ്ങനെ കമ്പനി ക്രിയേഷൻ്റെ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ആവശ്യമായ മറുപടികൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുന്നതായിരിക്കും.